ശാസ്ത്രജ്ഞന്മാര് കുറെ എലികളെ ഒരു കേജിൽ അടച്ചൊരു പരീക്ഷണം നടത്തി. അവര് ഒരു കേജിനകത്തെ കുറെ അധികം എലികളെ ഇങ്ങനെ ആക്കിയിട്ട് ഈ എലികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അവർക്കൊരു ലിവർ സ്ഥാപിച്ചു. അപ്പം ഈ ഭക്ഷണം അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ലിവർ വന്ന് എലികൾ പ്രസ് ചെയ്യുമ്പോൾ ഭക്ഷണം കിട്ടും. അതുപോലെ തന്നെ വേറൊരു ലിവറും കൂടെ ഇവര് ആ കേജിനകത്തേക്ക് സ്ഥാപിച്ചിട്ട് അതിനകത്ത് കൊക്കെയിൻ എന്ന ഒരു രാസപദാർത്ഥം, അത് കൊക്കെയിൻ എന്ന ലഹരി പദാർത്ഥം അവരതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ ഈ എലികൾ എന്താ ചെയ്യുക, ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം ഇവർ വന്നിട്ട് ഈ കൊക്കെയിൻ നിറച്ചിരിക്കുന്ന ഈ ലിവർ ഒന്ന് പ്രസ് ചെയ്യുന്നു, കൊക്കെയിൻ കിട്ടുന്നു. അപ്പൊ ഇവർ കൊക്കെയിൻ കഴിക്കുന്നു. കൊക്കെയിൻ കഴിച്ചിങ്ങനെ വളരെ ആക്റ്റീവായിട്ട് അവർ ഈ കേജിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്താ ചെയ്തത്, ഇവർ ആ കൊക്കെയിൻ അങ്ങ് നിർത്തലാക്കി. അപ്പം എലികൾ വന്ന് ഇത് പ്രസ് ചെയ്ത് നോക്കുന്നു, കൊക്കെയിൻ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി അതിനകത്ത് കൊക്കെയിനില്ല. അവർ പിന്നെ അതങ്ങ് മാറുന്നു, ആ ഭാഗത്തേക്ക് പിന്നെ പോകാതെയായി അവർ ഭക്ഷണം മാത്രം കഴിച്ച് ഇങ്ങനെ കേജിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു, ഏകദേശം ഒരു 12 മാസത്തോളം ഒക്കെ ആയപ്പോഴത്തേന് ഈ ശാസ്ത്രജ്ഞന്മാരെന്താ ചെയ്തു, അവരെന്ത് ചെയ്തു, ഈ എലികളിൽ അവരുടെ ബോഡിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഷോക്ക് കൊടുത്തു. ഇങ്ങനെ ബോഡിയിൽ പെയിൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഷോക്ക് കൊടുത്തു. പെട്ടെന്ന് പെയിൻ ഉണ്ടായ സമയത്ത് എലികൾ എന്ത് ചെയ്തു, ഇവരെല്ലാം കൂട്ടത്തോടെ ഓടി ഈ കൊക്കെയിൻ കൊടുത്തിരുന്ന ആ ലിവറിൽ പോയി പ്രസ് ചെയ്യാൻ തുടങ്ങി, കൊക്കെയിന് വേണ്ടിയിട്ട്. ശരിക്കും ഇത് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളൊരു ലഹരി പദാർത്ഥം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഇത് രജിസ്റ്റേർഡ് ആണ്. ബ്രെയിൻ എപ്പോഴും ലഹരി പദാർത്ഥങ്ങളെ പെയിൻ കില്ലറായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടി ചിലപ്പോൾ അവരുടെ ഒരു പ്രഷർ കൊണ്ടോ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ മദ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നത്. പക്ഷെ എന്താ ചെയ്യുക, ബ്രെയിൻ ഇതിനെ ഒരു പെയിൻ കില്ലറായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മളത് വേണ്ടാന്ന് വെച്ചാലും നമുക്ക് എപ്പോഴെങ്കിലും വലിയൊരു പെയിനിലൂടെ നമ്മൾ കടന്നു പോകും. പ്രത്യേകിച്ച് മെന്റലി നമ്മൾ പെയിനിലൂടെ കടന്നു പോകുന്നു, ഫിസിക്കലി പെയിനിലൂടെ കടന്നു പോകുന്നു. പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പെയിൻ കില്ലറിനെ കുറിച്ചായിരിക്കും. ശരിക്കും ഈ എലികൾക്ക് ഏകദേശം ഒരു വർഷത്തെ ആയുസൊക്കെ എലികൾക്കുള്ളൂ. അവരുടെ ആയുസിന്റെ അവസാന സമയത്ത് പോലും അവർ അതിനെക്കുറിച്ച് മറക്കുന്ന, അവരുടെ ബ്രെയിൻ അത് മറക്കുന്നില്ല എന്നുള്ള ഒരു പെയിൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിന് പെട്ടെന്ന് അവർ പോയത് ഫുഡ് എടുക്കാനല്ല, മറിച്ച് ഈ കൊക്കെയിൻ കിട്ടിക്കൊണ്ടിരുന്ന ആ ലിവർ പ്രസ് ചെയ്യാനാണ് പോയത്. അപ്പൊ ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലഹരി പദാർത്ഥങ്ങളുടെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർഡ് ആണത്. അത് മാറില്ലെന്ന, മരണം വരെ അത് മാറില്ലെന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഇപ്പം ഈ ലഹരിയെ കുറിച്ച് ഒത്തിരി ചർച്ച ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക്, ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? ശരിക്കും നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതിനെ വലിയ ഒരു ജോലിയായിട്ട് കാണുന്ന, എന്നാൽ ബ്ലൂ കോളർ ജോബിനെ അത്ര വലിയ വില കൊടുക്കാത്ത ഒരു സൊസൈറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് പാരൻസ് എന്താ ചെയ്യുക, അവരുടെ എല്ലാ മക്കളും ശരിക്കും ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാനായിട്ടാണ് അവരുടെ ശ്രമം മുഴുവനും. കാരണം സൊസൈറ്റിക്ക് അതാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ പ്രഷറാണ് കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ, ഈ ഒരു പ്രഷറാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളുകളെല്ലാം ഇപ്പം എന്താ ചെയ്യുക, അവർ പരസ്പരം മത്സരമാണ്. ഞങ്ങളുടെ സ്കൂളിൽ 100% വിജയം ഞങ്ങൾ കരസ്ഥമാക്കുന്നവരാണെന്ന് കാണിക്കണം. അപ്പൊ അതുകൊണ്ട് എന്താണ്, കുഞ്ഞുങ്ങളെ ഇവര് ഇതിനു വേണ്ടി പുഷ് ചെയ്യും. അപ്പൊ ഇവർക്ക് സ്കൂളിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും അവർക്ക് ആകപ്പാടെ കേൾക്കുന്നത് ഈ പ്രഷർ മാത്രമാണ്. നിങ്ങൾ പഠിക്കുക. നമ്മുടെ സിലബസിനകത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷെ അത്ര കൂടുതലായിട്ടൊന്നുമില്ല. കൂടുതലായിട്ടും അക്കാഡമിക് കാര്യങ്ങളാണ് നമ്മുടെ സിലബസുകളിലുള്ളത്. അപ്പം അങ്ങനെ പോലും കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം സാറ്റർഡേ സൺഡേ വന്നാൽ അവരെ ട്യൂഷനും ഉണ്ടാക്കും. ആ സമയം കൂടെ അവർ പഠിക്കട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ സമയം ട്യൂഷൻ ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, കുട്ടികളെ അവിടെ ഇരുത്തുകയാണെങ്കിൽ മാതാപിതാക്കൾ അവിടെ ആയിരിക്കും കൊണ്ട് കുട്ടികളെ ആക്കുക. കാരണം അത് മാതാപിതാക്കൾക്ക് പക്ഷെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതിയിലും കൂടി ആയിരിക്കാം. അപ്പം ട്യൂഷൻ ക്ലാസ്സുകൾ ശനിയും ഞായറും വർക്കിംഗ് ആണ്. അപ്പൊ ഈ കുട്ടികൾക്ക് 7 ദിവസവും പഠനം മാത്രം, അവരുടെ ജീവിതത്തിൽ പ്രഷർ മാത്രം. അപ്പം ഇവരെ കേൾക്കാനൊരിടമില്ല, ഇവരെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് മുൻവിധികളില്ലാതെ ഇവരെ കേൾക്കാനായിട്ടില്ല, ഇവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനായിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവർ ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ ഒരു പിയർ പ്രഷർ ആയിരിക്കാം, അവർ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പം അല്ലെങ്കിൽ ഏതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കാം ചിലപ്പോൾ ഒരു മദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരത് കഴിക്കുക. പക്ഷെ ഇവരുടെ ബ്രെയിനിൽ ഇത് സ്റ്റോർഡ് ആയാണ്. അപ്പം ഈ ഒരു പ്രഷറിലൂടെ ഇവർ കടന്നു പോകുമ്പോഴത്തേന് ബ്രെയിൻ ഓക്കെ, ഈ പെയിന് ഇത് നല്ലതാണ് എന്ന് ബ്രെയിൻ ഓൾറെഡി അവരോട് പറയുകയാണ്. അങ്ങനെയാണ് ഈ അഡിക്ഷനിലേക്ക് പോകുന്നത്. നമുക്ക് ഇതിന് പരിഹാരം ശരിക്കും ഇങ്ങനെ പ്രകടനങ്ങൾ നടത്തി കുഞ്ഞുങ്ങളെ കൊണ്ട് എന്താ പറയുക, ഈ പ്ലഗ് കാർഡൊക്കെ പിടിപ്പിച്ച് ഞങ്ങൾ ലഹരി വിമുക്ത
കേരളം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ബോധവൽക്കരണമൊക്കെ നല്ല, പക്ഷെ അതിലും ഉപരിയായിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ നല്ല കൗൺസിലിംഗ് സെൻറ്ററുകളുണ്ടോ? നമ്മുടെ സ്കൂളിൽ സൈക്കോളജിസ്റ്റുകളുണ്ടോ? നമ്മുടെ സ്കൂളിൽ ഈ മെൻ്റൽ ഹെൽത്ത് ട്രെയിനേഴ്സോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഇങ്ങനെയുള്ള പ്ലേസ്മെന്റുകൾ നമ്മുടെ സ്കൂളിൽ വേണം. കുട്ടികൾക്ക് പോയിട്ട് മുൻവിധികളില്ലാതെ കുട്ടികളെ കേൾക്കാനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ ജഡ്ജ്മെന്റലായ സ്ഥലങ്ങൾ, അവരെ മുൻവിധിയോടുകൂടി കാണുന്ന സ്ഥലങ്ങളല്ല, അവർക്ക് പോയി അവരുടെ കാര്യങ്ങളെ വിശ്വസിച്ച് തുറന്നു പറയാൻ പറ്റുന്ന സ്ഥലങ്ങൾ അവർക്കുണ്ടാകണം. വീടുകളിലുണ്ടാകണം, അതുപോലെ തന്നെ സ്കൂളുകളിലുണ്ടാകണം. അവിടെ അവരെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളായിരിക്കരുത്, മറിച്ച് അവരെ കേൾക്കാനും അവരോടൊപ്പം നിൽക്കാനും അവരെ പോലെ ആയി അവരോടൊപ്പം സംസാരിക്കാൻ പറ്റുന്ന നല്ല ഇടങ്ങൾ അവർക്കുണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ പുതുമയുള്ളൊരു കാര്യമാണ്. നമ്മളത് കേട്ടുപരിചയമില്ല, നമുക്കത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാണ്. നമുക്ക് ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ശാരീരിക ആരോഗ്യത്തെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കാൻ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോകാറുണ്ട്. പക്ഷെ നമ്മൾ മാനസിക ആരോഗ്യത്തിന് വേണ്ടി ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുക എന്നൊക്കെ പറയുന്നത് നമുക്കത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തോ ഒരു തെറ്റായ കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറണം. നമ്മൾ ശാരീരിക ആരോഗ്യത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മാനസിക ആരോഗ്യം എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ നമ്മുടെ സൊസൈറ്റി വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൂടുതലും ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം പല മാനസിക പ്രശ്നങ്ങളുമാണ് നമ്മളെ ഫിസിക്കൽ രോഗങ്ങളിലേക്ക് വഴിവെക്കുന്നത്. അപ്പം മാനസികാരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ് എന്നൊരു ചർച്ച കൂടി നമുക്ക് ഈ സമയത്ത് നമുക്ക് വേണ്ടതായിട്ടുണ്ട്.